ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 5 വിശേഷണങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാലോ. ഫസ്റ്റ് വൺ, കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ്. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണാണ്. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണാണ്. എല്ലായ്പ്പോഴും തണുത്ത കാലാവസ്ഥ ആയതിനാലാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വാഗമണിനെ അറിയപ്പെടുന്നത്. സെക്കൻഡ് വൺ, ദൈവങ്ങളുടെ നാട്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. നിരവധി ചരിത്ര കോട്ടകൾ, നദികൾ, കുന്നുകൾ, മനോഹരമായ മറ്റ് സ്ഥലങ്ങൾ എന്നിവയൊക്കെ കാരണമാണ് ദൈവങ്ങളുടെ നാട് കാസർഗോഡ് എന്നറിയപ്പെടാൻ കാരണം. തേർഡ് വൺ, കേരളത്തിൻ്റെ വൃന്ദാവനം. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ചെടികളും കുന്നുകളും എണ്ണമറ്റ പുഷ്പക്കിടക്കകളാൽ സമ്പന്നമായതിനാലാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് മലമ്പുഴയെ അറിയപ്പെടുന്നത്. ഫോർത്ത് വൺ, കേരളത്തിൻ്റെ ഊട്ടി. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. പ്രശസ്തമായ ഊട്ടി ഹിൽ സ്റ്റേഷന് സമാനമായ രീതിയിൽ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നുകളുമൊക്കെ കാരണമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്ന് റാണിപുരത്തെ അറിയപ്പെടുന്നത്. ഫിഫ്ത്ത് വൺ, കേരളത്തിൻ്റെ പക്ഷിഗ്രാമം. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. വിസ്തൃതമായ കരിങ്ങാലിച്ചാൽ തണ്ണീർത്തടമായ കരിങ്ങാലി പുഞ്ചയാണ് നൂറനാടിനെ കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.